Hi everyone. AFS +2 AFS 5th chapter ആയിട്ടുള്ള അക്കൗണ്ടിംഗ് റേഷ്യോസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? അക്കൗണ്ടിംഗ് റേഷ്യോസിന്റെ മീനിങ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ് എന്നിവയൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വേരിയസ് ടൈപ്പ് ഓഫ് റേഷ്യോസ് ഉണ്ട്. ഉദാഹരണത്തിന് ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ആക്ടിവിറ്റി ഓർ എഫിഷ്യൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. അപ്പൊ ഈ റേഷ്യോസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും. ഒരു സ്ഥാപനത്തിന്റെ സോൾവൻസി, ലിക്വിഡിറ്റി, എഫിഷ്യൻസി, പ്രോഫിറ്റബിലിറ്റി എന്നിവ അസസ് ചെയ്യുന്നതിനായിട്ട് വേരിയസ് റേഷ്യോസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കും. ദെൻ കാൽക്കുലേറ്റ് ചെയ്ത റേഷ്യോസ് ഉപയോഗിച്ചിട്ട് ഇൻട്രാഫേം കമ്പാരിസൺ പറഞ്ഞാൽ എന്താണ്? ഒരേ സ്ഥാപനത്തിനുള്ളിലുള്ള ഡിഫറെന്റ് പീരീഡ്സ് വെച്ചിട്ടുള്ള അക്കൗണ്ടിങ് പീരീഡ്സ് വെച്ചിട്ടുള്ള കമ്പാരിസൺ. അതേപോലെ തന്നെ ഇന്റർഫേം കമ്പാരിസൺ, വ്യത്യസ്ത സ്ഥാപനങ്ങൾ തമ്മിലുള്ള കമ്പാരിസണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻട്രാഫേം കമ്പാരിസണും ഇന്റർഫേം കമ്പാരിസൺസും ഇന്റർപ്രറ്റ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോൾവൻസി റേഷ്യോ ബിസിനസിന്റെ ബിസിനസിന് ലോങ് ടേം ബേസിസിൽ പണം നൽകുന്ന ആളുകൾ, ഉദാഹരണത്തിന് ലോങ് ടേം ലെൻഡേഴ്സ്, അവരുടെ പീരിയോഡിക് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സോട് കൂടി ലോൺ പീരീഡ് അവസാനിക്കുന്നതിന് മുന്നേ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് കൂടി എന്താ പറയുക സേഫ് ആയിട്ട് അവർക്ക് ലഭിക്കുമോ എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു ഡൗട്ടാണ്. അപ്പോൾ ഈ സോൾവൻസി റേഷ്യോ എന്നത് ബിസിനസിന്റെ ലോങ് ടേം ഡെപ്റ്റ് ഒബ്ലിഗേഷൻസ് സുരക്ഷിതമായിട്ട് നിറവേറ്റാനുള്ള ശേഷി അറിയാൻ ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ ആണ് സോൾവൻസി റേഷ്യോ. ഇവ ബിസിനസിന്റെ ലോങ് ടേം സോൾവൻസി പൊസിഷൻ വിലയിരുത്താനായിട്ട് സഹായിക്കുന്നു. സാധാരണയായിട്ട് സോൾവൻസി റേഷ്യോ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി അനാലിസിസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോസ് എന്ന് പറയുന്നത് debt equity ratio, debt to capital employed ratio, proprietary ratio, total asset to debt ratio, interest coverage ratio ഇവയൊക്കെയാണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നത് ലോങ് ടേം ഡെപ്റ്റ്സും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അളക്കുന്ന റേഷ്യോ ആണ്. ടോട്ടൽ ലോങ് ടേം ഫണ്ടിൽ ഡെപ്റ്റിന്റെ ഭാഗം കുറവാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ ലെൻഡേഴ്സ് കൂടുതൽ സുരക്ഷിതത്വം ഫീൽ ചെയ്യും. ദെൻ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലാണെന്നുണ്ടെങ്കിൽ കുറവ് ഡെപ്റ്റും കൂടുതലും ഇക്വിറ്റിയുമുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ നല്ലതാണെന്നാണ് കരുതുന്നത്. കാരണം അത് ബാങ്ക്രപ്സിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. സാധാരണയായിട്ട് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 ആണെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ടാണ് കരുതുന്നത്. എങ്കിലും ഇത് ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി ഡിഫറെന്റ് ആയിട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോന്റെ ഫോർമുല. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ is equal to long term debts divided by shareholders fund. ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറൻസ്, ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് ഫോർ അലോട്ട്മെന്റ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ഷെയർ ക്യാപിറ്റൽ പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും വരും. ഈ ഒരു രീതിക്കല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമുക്ക് വേറെ എങ്ങനെ കണക്കാക്കാനായിട്ട് പറ്റും? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നോൺ കറന്റ് അസറ്റ്സ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ മൈനസ് നോൺ കറന്റ് ലയബിലിറ്റീസ്, അങ്ങനെയും നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ആ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറന്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഇനി ഈ റേഷ്യോന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം. ഈ ഒരു റേഷ്യോ കൊണ്ട് ബിസിനസിന്റെ ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ലോങ് ടേം ലെൻഡേഴ്സിന് അവരുടെ ഡെപ്റ്റ് എത്രത്തോളം സെക്യൂർ ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കൂടുതൽ സുരക്ഷിതമാണെന്ന് വേണമെങ്കിൽ പറയാം. ഹൈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണെന്നുണ്ടെങ്കിലോ ഫേമിന് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ റിസ്ക് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഇതൊരു ഓണേഴ്സ് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഏർണിങ്സ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിളിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്
കൂടുതൽ ഡെപ്റ്റ് ഉപയോഗിക്കുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി വഴി ഓണേഴ്സിന് കൂടുതൽ റിട്ടേൺ നേടാൻ സഹായിക്കുന്നു എന്നും കരുതപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ. ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് ലോങ് ടേം ഡെപ്റ്റ്സിനെ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റിനോട് എന്താ പറയുക കമ്പയർ ചെയ്യുന്ന റേഷ്യോ ആണ്. ഈ റേഷ്യോ നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലോങ് ടേം ഡെപ്റ്റ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ് അസറ്റ്. നെറ്റ് അസറ്റ് എങ്ങനെയാണ്? ടോട്ടൽ അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. ഇനിയിപ്പോ ലോങ് ടേം ഡെപ്റ്റ് ഒരു 5 lakh rupees ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഒരു 15 lakh rupees ആണെന്ന് കരുതുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാ വരിക? ലോങ് ടേം ഡെപ്റ്റ് ആയിട്ടുള്ള 5 lakh പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആയിട്ടുള്ള 15 lakh, 20 lakh ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ അസറ്റ് ഇപ്പോൾ ഒരു 25 lakhും കറന്റ് ലയബിലിറ്റീസ് ഒരു 5 lakhും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെറ്റ് അസറ്റ് എങ്ങനെയാ വരിക? ടോട്ടൽ അസറ്റ് ആയിട്ടുള്ള 25 lakh മൈനസ് കറന്റ് ലയബിലിറ്റീസ് 5 lakh, അപ്പൊ 20 lakh വരും. അപ്പോൾ ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് ലോങ് ടേം ഡെപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 5 lakh ഡിവൈഡഡ് ബൈ എന്താ പറയാ നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 20 lakh. അപ്പോൾ നമുക്ക് എങ്ങനെ റേഷ്യോ കിട്ടും? 0.25:1 എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഒരു എന്താ പറയാ ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്തൊക്കെയാണ്? ഡെപ്റ്റ് എക്വിറ്റി റേഷ്യോ പോലെ ഇത് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ പോലെ ഇത് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ ലോങ് ടേം ഡെപ്റ്റ് എത്ര പ്രൊപ്പോർഷൻ ആണെന്ന് കാണിക്കുന്നതാണ്. ലോ റേഷ്യോ പറഞ്ഞാൽ ലെൻഡേഴ്സിന് കൂടുതൽ സേഫ്റ്റി ഉണ്ട് എന്നർത്ഥം. ഹൈ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിന് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി വഴി ഓണേഴ്സിന് കൂടുതൽ റിട്ടേൺസ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് എങ്ങനെയാണ് റേഷ്യോ കിട്ടിയത്? 0.25:1 എന്നാണ്. അപ്പൊ ഇത് കുറവ് ഡെപ്റ്റ് കൂടുതൽ സേഫ്റ്റി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോയില് ടോട്ടൽ അസറ്റ്സിനെ ബേസ് ആക്കിയിട്ടും കണക്കാക്കാം. ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡെപ്റ്റ്സ് പറയുമ്പോൾ ലോങ് ടേം ഡെപ്റ്റ്സ് പ്ലസ് കറന്റ് ലയബിലിറ്റീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഇവിടെ ടോട്ടൽ അസറ്റ് പറയുമ്പോൾ നോൺ കറന്റ് അസറ്റ്സ് പ്ലസ് കറന്റ് അസറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ലോങ് ടേം ഡെപ്റ്റ്സ് പ്ലസ് കറന്റ് ലയബിലിറ്റീസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ അസറ്റ് നമുക്ക് കിട്ടും. അടുത്തത് പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റിനോട് കമ്പയർ ചെയ്യുന്ന ഒരു റേഷ്യോ ആണ്. പ്രൊപ്രൈറ്ററി റേഷ്യോ പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സ്. ഇപ്പോൾ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൂടുതലായി അസറ്റ്സിന്റെ ഫിനാൻസ് ചെയ്യുന്നുവെങ്കിൽ ക്രെഡിറ്റേഴ്സിന് കൂടുതൽ സേഫ്റ്റി ആണെന്ന് അർത്ഥം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് കൂടുതലായി അസറ്റിനെ ഫിനാൻസ് ചെയ്യുന്നുവെങ്കിൽ ക്രെഡിറ്റേഴ്സ് കൂടുതൽ സേഫ് ആണെന്ന് അർത്ഥം. ഈ റേഷ്യോ നെറ്റ് അസറ്റ്സിന് പകരം ടോട്ടൽ അസറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്കാക്കാനായിട്ട് പറ്റും. ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ പ്ലസ് പ്രൊപ്രൈറ്ററി റേഷ്യോ 1 എന്നാണ് പ്രധാനമായിട്ടുള്ള ഒരു എന്താ പറയുക സവിശേഷത പറയാനായിട്ട്. ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോയും പ്രൊപ്രൈറ്ററി റേഷ്യോയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 വരണം. അപ്പോൾ ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ 0.25:1 പ്രൊപ്രൈറ്ററി റേഷ്യോ 0.75:1 ആണെന്നുണ്ടെങ്കിൽ ആ 0.25 പ്ലസ് 0.75 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 വരില്ലേ? അപ്പോൾ അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്.
ഇനി പെർസെൻറ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ 25% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഡെപ്റ്റ്സ് കൊണ്ട് ലഭിച്ചതും 75% ഓണേഴ്സിന്റെ ഫണ്ട് കൊണ്ട് ലഭിച്ചതും എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ടോട്ടൽ അസറ്റ്സ് ടു ഡെപ്റ്റ് റേഷ്യോ. ഈ റേഷ്യോ ബിസിനസിന്റെ ലോങ് ടേം ഡെപ്റ്റ്സ് അസറ്റ് കൊണ്ട് എത്രത്തോളം കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കണക്കാക്കാനുള്ളതാണ്. ഇതിന്റെ ഫോർമുല, ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോന്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഡെപ്റ്റ് ആണ്. ഇപ്പോൾ 14 ലാഖിന്റെ ടോട്ടൽ അസറ്റും ലോങ് ടേം ഡെപ്റ്റ് 1,50,000 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റേഷ്യോ വരുന്നത് എങ്ങനെയായിരിക്കും? 9.33:1 എന്നുള്ള രീതിക്കായിരിക്കും. റേഷ്യോ ഹയർ ആണെങ്കിൽ അസറ്റ്സ് ഓണേഴ്സ് ഫണ്ട് കൊണ്ട് കൂടുതലായിട്ട് ഫിനാൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നു. ലോങ് ടേം ലോൺസ് അസറ്റ്സ് കൊണ്ട് ആഡിക്വേറ്റ്ലി കവർ ആണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കുറച്ചു കാലം നെറ്റ് അസറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉപയോഗിച്ച് എന്താ പറയുക, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉപയോഗിച്ച് കണക്കാക്കാനും സാധിക്കും. അങ്ങനെ ചെയ്താൽ ഈ റേഷ്യോ ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോന്റെ റെസിപ്രോക്കൽ. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഷ്യോ, ഇത് നമ്മൾ ഏത് റേഷ്യോ ആണ് പറയുന്നത്? ടോട്ടൽ അസറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ വന്നിട്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോന്റെ റെസിപ്രോക്കൽ പറയുമ്പോൾ 1/, ആ റേഷ്യോ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്നത് ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെപ്റ്റ്സ് നൽകാനുള്ള ശേഷി എത്രമാത്രം ഉറപ്പുള്ളതാണ് എന്ന് കണക്കാക്കുന്ന റേഷ്യോ ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് ഇൻട്രസ്റ്റ് സർവീസിനോട് ഡയറക്റ്റ്ലി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഫോർമുല എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോന്റെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെപ്റ്റ്സ്. ഈ റേഷ്യോ പ്രോഫിറ്റ് കൊണ്ട് ഇൻട്രസ്റ്റ് എത്ര ടൈംസ് കവർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. റേഷ്യോ ഹയർ ആണെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് മോർ സേഫ് ആണ് എന്നർത്ഥം. ക്രെഡിറ്റേഴ്സിനും ലെൻഡേഴ്സിനും ബിസിനസിന്റെ സോൾവൻസി മനസ്സിലാക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു റേഷ്യോ കൂടിയാണ് എന്ത്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി റേഷ്യോ അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോ. ഇതില് ആക്ടിവിറ്റി റേഷ്യോ അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോ എന്നത് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അസറ്റ് എത്ര സ്പീഡിൽ അസറ്റായി മാറുന്നു എന്ന് വ്യക്തമാക്കുന്ന റേഷ്യോ ആണ്. ഈ റേഷ്യോസ് ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എത്ര എഫിഷ്യൻ്റ്ലി അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എത്ര എഫിഷ്യൻ്റ്ലി നടക്കുന്നു എന്നുള്ളത് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റി റേഷ്യോസ് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ബിസിനസ് ഉപയോഗിക്കുന്ന അസറ്റ്സ് അല്ലെങ്കിൽ അസറ്റ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എത്ര ടൈംസ് സെയിൽസ് ആയി മാറുന്നു എന്നത് കാണിക്കുന്നതാണ്. ഹൈ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് അസറ്റ്സ് വളരെ എഫിഷ്യൻ്റ്ലി ഉപയോഗിക്കുന്നു എന്നാണ്. എഫിഷ്യൻസി കൂടുമ്പോൾ പ്രോഫിറ്റബിലിറ്റിയും കൂടും. അതുകൊണ്ട് ഇവയെ നമ്മൾ എന്ത് പറയും? എഫിഷ്യൻസി റേഷ്യോ എന്നും വിളിക്കാറുണ്ട്. ബിസിനസിന്റെ എഫിഷ്യൻസി അറിയാനായിട്ട് അല്ലെങ്കിൽ വിലയിരുത്താനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ആക്ടിവിറ്റി റേഷ്യോസ് ഏതൊക്കെയാണ്? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് പേയബിൾസ് ടേൺ ഓവർ റേഷ്യോ, ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്നിവയൊക്കെയാണ്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്നത് ഒരു അക്കൗണ്ടിംഗ് പീരീഡിൽ ഇൻവെന്ററി എത്ര പ്രാവശ്യം റവന്യൂ ഫ്രം ഓപ്പറേഷനായി മാറുന്നു എന്നത് മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോ ആണ്. ഇത് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷനും ആവറേജ് ഇൻവെന്ററിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ്. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത്, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. നമ്മൾ എങ്ങനെ ഈ ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കുക?
ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ 2. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ്, ഈ റേഷ്യോന്റെ അതായത് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോന്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇൻവെന്ററി എത്ര വേഗത്തിൽ സെയിൽ ആകുന്നു എന്നത് കാണിക്കുന്നതാണ് ഈ ഒരു റേഷ്യോ. ലിക്വിഡിറ്റിയുടെ ഒരു മെഷർ കൂടിയാണ് ഈ റേഷ്യോ. ലോ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈൻ ഓഫ് ബാഡ് ബൈയിങ് അല്ലെങ്കിൽ ഒബ്സൊലേറ്റ് ഇൻവെന്ററി എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ്. ഇതൊരു വാർണിംഗ് സിഗ്നലാണ് ലോ ടേൺ ഓവർ റേഷ്യോ കാണിച്ചാൽ. ഹൈ ടേൺ ഓവർ റേഷ്യോ കാണിക്കുകയാണെങ്കിൽ സാധാരണയായിട്ട് നല്ലതാണ്, പക്ഷെ ചെറിയ ലോട്ട്സിൽ ബൈയിങ് അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞ മാർജിനൽ സെയിൽസ് നടത്തുന്നതിന് കാരണം കൂടിയായിരിക്കാം ഈ ഹൈ ടേൺ ഓവർ റേഷ്യോ. ഇതിലൂടെ ഇൻവെന്ററി എത്ര എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെറ്റ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ. ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ എന്നത് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷനും ട്രേഡ് റിസീവബിൾസും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ്. ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് നെറ്റ് ക്രെഡിറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് ഡെപ്റ്റേഴ്സ്. ആവറേജ് ട്രേഡ് ഡെപ്റ്റേഴ്സ് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക? ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾസ്. ഇത് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾസ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുക. ഇവിടെ ഡെപ്റ്റേഴ്സ് ബിഫോർ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഈ റേഷ്യോന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ട്രേഡ് റിസീവബിൾസ് എത്ര വേഗത്തിൽ ക്യാഷായി കൺവേർട്ട് ചെയ്യുന്നു എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഹൈ ടേൺ ഓവർ എന്ന് പറയുന്നത് ഫാസ്റ്റർ കളക്ഷൻ അല്ലെങ്കിൽ ബെറ്റർ ലിക്വിഡിറ്റി ആണ് സൂചിപ്പിക്കുന്നത്. ഇത് ഉപയോഗിച്ച് ആവറേജ് കളക്ഷൻ പീരീഡ് കൂടി കണ്ടെത്താനായിട്ട് സാധിക്കും. ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഡിവൈഡഡ് ബൈ ട്രേഡ് റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോ എന്നുള്ളതാണ്. ട്രേഡ് പേയബിൾസ് ടേൺ ഓവർ റേഷ്യോ. ഇത് ബിസിനസ് സപ്ലയേഴ്സിന് പേയ്മെന്റ് എത്ര വേഗത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ക്രെഡിറ്റ് പർച്ചേസും ട്രേഡ് പേയബിൾസും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഫോർമുല, ട്രേഡ് പേയബിൾസ് ടേൺ ഓവർ റേഷ്യോന്റെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് പേയബിൾസ് ആണ്. ആവറേജ് ട്രേഡ് പേയബിൾസ് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ട്രേഡ് പേയബിൾസ് കിട്ടും. ഇനി ആവറേജ് പേയ്മെന്റ് പീരീഡ് എങ്ങനെയാണ് കിട്ടുക? നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഡിവൈഡഡ് ബൈ ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പേയ്മെന്റ് പീരീഡ് കിട്ടും. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആവറേജ് പേയ്മെന്റ് പീരീഡ് കണക്കാക്കുന്നു. പിന്നെ അതേപോലെ ലോ റേഷ്യോ എന്ന് പറയുന്നത് സപ്ലയേഴ്സിന് ക്രെഡിറ്റ് പീരീഡ് കൂടുതലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഡിലേഡ് പേയ്മെന്റ് ആയിരിക്കും എന്നുള്ളതായിരിക്കും. ഇത് റെപ്യൂട്ടേഷനെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട്. നെക്സ്റ്റ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അല്ലെങ്കിൽ നെറ്റ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന നെറ്റ് അസറ്റ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്ര വേഗത്തിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആയിട്ട് മാറ്റുന്നു എന്നത് കാണിക്കുന്ന റേഷ്യോ ആണ് ഇത്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഹൈ ടേൺ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഫിഷ്യന്റ് ആയിട്ട് അസറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഹയർ പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് എത്ര എഫിഷ്യൻ്റ്ലി റവന്യൂ ഫ്രം ഓപ്പറേഷൻ സൃഷ്ടിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഹയർ ടേൺ ഓവർ പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് അസറ്റ് എന്നിവ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, ബെറ്റർ പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി ഉണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ടേൺ ഓവർ റേഷ്യോസ് ബിസിനസ് എഫിഷ്യൻസിയെ വിലയിരുത്താനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ലാഭക്ഷമത അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് പ്രധാനമായും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താ പറയുക സമ്മറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്നത് ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി വിശകലനം ചെയ്യുന്നതിനായിട്ട് കണക്കാക്കുന്ന ഒരു റേഷ്യോ ആണ്. ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന റിസോഴ്സസ് എത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗപ്പെടുന്നു എന്നതും അതേപോലെ ലഭിക്കുന്ന പ്രോഫിറ്റും അടുത്തിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന റേഷ്യോസ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ, റിട്ടേൺ ഓൺ നെറ്റ് വർത്ത്, ഏർണിംഗ്സ് പെർ ഷെയർ റേഷ്യോ, ബുക്ക് വാല്യൂ പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് ഷെയർ, പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ ഇവയൊക്കെയാണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷന്റെ ശതമാനമായി കണക്കാക്കപ്പെടുന്നത് കൂടിയാണ്. അതായത് ഇത് ഗ്രോസ് മാർജിൻ സംബന്ധിച്ച ധാരണ ലഭിക്കാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100 ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോനുള്ള ഫോർമുല വരുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇത് വിറ്റ ഉൽപ്പന്നങ്ങളിലെ ഗ്രോസ് മാർജിൻ എത്രയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്നിവ മറികടക്കുന്നതിനുള്ള മാർജിൻ എത്രയെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയിൽ മാറ്റം വരാനായിട്ടുള്ള കാരണങ്ങൾ സെല്ലിംഗ് പ്രൈസിൽ വരുന്ന മാറ്റം, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ വരുന്ന മാറ്റം, അല്ലെങ്കിൽ ഇവ രണ്ടിൻ്റെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒന്ന്. ലോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ടെങ്കിൽ അത് പർച്ചേസ് പോളിസിയും സെയിൽസ് പോളിസിയും അനുകൂലമല്ലെന്ന് ആണ് സൂചിപ്പിക്കുന്നത്. ഹൈ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബിസിനസ്സിന് നല്ല ലക്ഷണമാണ് കാണിക്കുന്നത്. ഓപ്പറേറ്റിംഗ് റേഷ്യോസ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്നത് ഒരു ബിസിനസിന്റെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ അതിന്റെ റവന്യൂ ഫ്രം ഓപ്പറേഷനോട് എന്ത് എന്താ പറയുക റിലേഷനിലാണ് എന്ന് വിശകലനം ചെയ്യാനായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ കണക്കാക്കുക എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് whole divided by net revenue from operation into 100. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഓഫീസ് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, എംപ്ലോയി ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ പ്രവർത്തന ചെലവ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ കണക്കാക്കുമ്പോൾ നമ്മൾ എന്താ പറയുക നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും എക്സ്പെൻസും ഒഴിവാക്കണം. ഏതൊക്കെയാണ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും എക്സ്പെൻസും? ലോസ് ഓൺ സെയിൽ ഓഫ് അസെറ്റ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ലോസ് ബൈ ഫയർ, സ്പെക്കുലേഷൻ ഗെയിൻ ഇവയൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ കണ്ടുപിടിക്കുക. ലോവർ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അവിടെ ഹയർ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. ഓപ്പറേറ്റിംഗ് റേഷ്യോ കുറവാണെങ്കിൽ അവിടെ എഫിഷ്യൻസി കൂടുതലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്നത് ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ വ്യക്തമാക്കുന്നതിനായിട്ട് കണക്കാക്കപ്പെടുന്ന റേഷ്യോ ആണ്. ഇത് നേരിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഉപയോഗിച്ച് റെസിഡ്യുവൽ ആയിട്ടും നമുക്ക് എന്താണ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പൊ റെസിഡ്യുവൽ മെത്തേഡാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത് 100 മൈനസ് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. ഇനി ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100 ആണ്. ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. ഈ ഒരു റേഷ്യോന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്നത് ഫിനാൻഷ്യൽ ചാർജസ് ഒഴിവാക്കി കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ
ഓപ്പറേഷൻസ് റവന്യൂനോട് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ എന്താ പറയുക റിലേറ്റഡ് ആയിട്ടുള്ള റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് ബിസിനസിന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി അനലൈസ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്റർഫോം കമ്പാരിസൺ അതേപോലെ തന്നെ ഇൻട്രാഫോം കമ്പാരിസണും എന്താ പറയുക തമ്മിലുള്ള കമ്പാരിസണിനും ഇത് വളരെയധികം ഉപയോഗപ്രദമാണ്. അടുത്തത് ലോവർ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നതാണ് ഒരു ഹെൽത്തി സൈൻ ആണെന്ന് കണക്കാക്കപ്പെടുന്നത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്നത് ഓൾ ഇൻക്ലൂസീവ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇത് റവന്യൂ ഫ്രം ഓപ്പറേഷനെയും നെറ്റ് പ്രോഫിറ്റ് പറയുമ്പോൾ ഓപ്പറേഷണൽ എക്സ്പെൻസസ് അതേപോലെ തന്നെ നോൺ ഓപ്പറേഷണൽ എക്സ്പെൻസസ് പ്ലസ് നോൺ ഓപ്പറേഷണൽ ഇൻകം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോന്റെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100 ആണ്. സാധാരണയായിട്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ഉപയോഗിക്കാറ്. ഈ ഒരു റേഷ്യോന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷനോട് എന്താ പറയുക താരതമ്യത്തിൽ കമ്പനി എത്ര നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നേടി എന്നുള്ളതാണ് ഈ ഒരു റേഷ്യോ കാണിക്കുന്നത്. പ്രോഫിറ്റബിലിറ്റി വിലയിരുത്തുന്നതിൽ ഇത് പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കണക്കാക്കുന്നതിനുള്ള പ്രധാന ഘടകമാണ് എന്ത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബിസിനസിന്റെ മൊത്തത്തിലുള്ള എഫിഷ്യൻസിയും അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ കാഴ്ചപ്പാടിൽ എന്താ പറയുക അതിന്റെ ആകെയുള്ള ഒരു ആരോഗ്യവും ഒക്കെയാണ് ഈ ഒരു റേഷ്യോയിൽ എഫക്ട് ചെയ്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നത് ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ ലോങ് ടേം ഫണ്ട് എത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന റേഷ്യോ ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ് ഒക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഫോർമുല എന്ന് പറയുന്നത് നോൺ കറന്റ് അസറ്റ്സ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. പ്രോഫിറ്റ് ഈ ഒരു റേഷ്യോ കണക്കാക്കുമ്പോൾ ഉപയോഗിക്കേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഈ ഒരു റേഷ്യോന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ബിസിനസ് തങ്ങളോട് എൻട്രസ്റ്റഡ് ചെയ്തിരിക്കുന്ന ഫണ്ട്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ, ലോങ് ടേം ലെൻഡേഴ്സിന്റെ ഫണ്ട് എത്ര എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് കാണിക്കുന്ന റേഷ്യോ ആണ് ഇത്. ഇന്റർഫോം കമ്പാരിസണിൽ പ്രോഫിറ്റബിലിറ്റി മെഷർ ആയി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് വളരെ പ്രധാനമാണ്. ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ കമ്പനി എന്താ പറയുക അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടിൽ കൂടുതലാണോ എന്നും ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, വിലയിരുത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. ഈ റേഷ്യോ പ്രധാനമായും ഷെയർ ഹോൾഡേഴ്സ് പെർസ്പെക്റ്റീവ് ആണ് എന്താ പറയുക പ്രതിഫലിപ്പിക്കുന്നത്. ഈ ഒരു റേഷ്യോ വിലയിരുത്തുന്നത് ഷെയർ ഹോൾഡേഴ്സ് നിക്ഷേപിച്ചിരിക്കുന്ന തുക റീസണബിൾ റിട്ടേൺ ലഭിക്കുന്നുണ്ടോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിനേക്കാൾ ഇത് എന്താ പറയുക ഉയർന്നിരിക്കണം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫണ്ട്സ് പ്രോഫിറ്റബിളി എംപ്ലോയ് ചെയ്തിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് ഇത് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്നതിൻ്റെ തന്നെ മറ്റൊരു പേരാണ്. അപ്പോൾ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല എങ്ങനെയാണ് വരിക, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻറ്റു 100. നെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. ഏർണിങ്സ് പെർ ഷെയർ എന്ന റേഷ്യോ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡർ
ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ ഏർണിങ്സ് എന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് കണക്കാക്കുക? പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എങ്ങനെയാണ് കണക്കാക്കുക? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് മൈനസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പ്രോഫിറ്റ് ആണ് നമ്മൾ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു റേഷ്യോന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ആണ്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഷെയർ പ്രൈസിനെയും ഇത് എന്താ പറയുക നിർണായകമായിട്ട് അത് സ്വാധീനിക്കുന്നത്. അതർ കമ്പനീസും തമ്മിലുള്ള കമ്പാരിസണിലും അതേപോലെ കമ്പനി ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള കഴിവും ഒക്കെ വിലയിരുത്താനായിട്ട് ഈ ഒരു റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബുക്ക് വാല്യൂ പെർ ഷെയർ. ബുക്ക് വാല്യൂ പെർ ഷെയർ എന്നത് ഓരോ ഇക്വിറ്റി ഷെയറിനും ബുക്ക് വാല്യൂവിന്റെ എന്താ പറയുക മൂല്യം എത്രയാണെന്ന് കാണിക്കുന്ന റേഷ്യോ ആണ്. ബുക്ക് വാല്യൂ പെർ ഷെയറിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്. ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് മൈനസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്. ഇനി ഈ ഒരു റേഷ്യോന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഹോൾഡിങ്ങിന്റെ യഥാർത്ഥ മൂല്യം എത്രയാണ് എന്നാണ് ഇത് വ്യക്തമാക്കി തരുന്നത്. ബുക്ക് വാല്യൂ പെർ ഷെയർ ഉയർന്നിരിക്കുമ്പോൾ സാധാരണയായിട്ട് മാർക്കറ്റ് പ്രൈസിനും നല്ല സ്വാധീനം അത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ വരുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്നത് കമ്പനി സമ്പാദിക്കുന്ന ഏർണിങ്സിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് വിതരണം ചെയ്യുന്ന ആ റേഷ്യോ ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ആണ് ഇതിന്റെ ഫോർമുല വരുന്നത്. ഇത് കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി എന്താണെന്ന് വ്യക്തമാക്കി തരും. അതേപോലെ തന്നെ ലാഭത്തിന്റെ എത്ര ശതമാനമാണ് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നു, എത്ര ശതമാനം റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് നിലനിർത്തുന്നു എന്നതൊക്കെ ഇതിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത് ഓണേഴ്സ് ഇക്വിറ്റിയുടെ വളർച്ചയെയും സ്വാധീനിക്കുന്നുണ്ട്. പ്രൈസ് ഏർണിങ്സ് റേഷ്യോ അല്ലാന്നുണ്ടെങ്കിൽ പി റേഷ്യോ. പ്രൈസ് ഏർണിങ്സ് റേഷ്യോ എന്നത് ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസിനെ അതിന്റെ ഏർണിങ്സ് പെർ ഷെയറിനോട് താരതമ്യം ചെയ്യുന്ന റേഷ്യോ ആണ്. പി റേഷ്യോന്റെ ഫോർമുല എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ആണ്. ഒരു കമ്പനിയുടെ ഏർണിങ്സ് പെർ ഷെയർ 10ഉം അതിന്റെ മാർക്കറ്റ് പ്രൈസ് 10ഉം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പി റേഷ്യോ 100 ഡിവൈഡഡ് ബൈ 10 = 10 ആണ് വരുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇത് ഇൻവെസ്റ്റേഴ്സിന്റെ കമ്പനിയുടെ ഫ്യൂച്ചർ ഏർണിങ്സ് ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷകളെയാണ് പ്രതിഫലിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് യുക്തിസഹമാണോ എന്ന് വിലയിരുത്തുന്നതിലും ഇത് സഹായിക്കുകയും ചെയ്യുന്നു.